SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെ കാറിൽ കയറ്റിയതിനെതിരായ CPI സംസ്ഥാന സെക്രട്ടറിയുടെ പരാമർശം മുഖ്യമന്ത്രി പിണറായി വിജയൻ തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. ബിനോയ് വിശ്വമല്ല പിണറായി വിജയൻ എന്ന് മുഖ്യമന്ത്രി പറയുന്നുണ്ട്. ബിനോയ് വിശ്വം വെള്ളാപ്പള്ളിയെ കാറിൽ കയറ്റില്ലായിരിക്കും, പക്ഷെ ഞാൻ കയറ്റുമെന്നും കാറിൽ കയറ്റിയത് ശരിയാണെന്ന് തന്നെയാണ് ഇപ്പോഴും വിശ്വസിക്കുന്നതെന്ന് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. അതേസമയം CPI ചതിയൻ ചന്തുവാണെന്ന വെള്ളാപ്പള്ളിയുടെ പ്രസ്താവനയോട് മുഖ്യമന്ത്രി യോജിച്ചിട്ടില്ല. CPI മുന്നണിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടക കക്ഷിയാണെന്നും അവരോട് കാത്തു സൂക്ഷിക്കുന്നത് ഊഷ്മളമായ ബന്ധമാണെന്നും അവർ ഏതെങ്കിലും തരത്തിലുള്ള ചതിയും വഞ്ചനയും കാണിക്കുന്നുവെന്ന ചിന്ത CPM-നില്ലെന്നും മുഖ്യമന്ത്രി മറുപടി പറയുന്നുണ്ട്. വരുന്ന തെരഞ്ഞെടുപ്പിൽ ഇടതു മുന്നണിയെ നയിക്കുന്നത് പിണറായി വിജയനാണോ എന്ന് തീരുമാനിക്കേണ്ടത് പാർട്ടിയാണെന്നും സ്വന്തം തീരുമാനം നടപ്പാക്കുന്ന പാർട്ടിയല്ല തങ്ങളുടേതെന്നും മുഖ്യമന്ത്രി പറയുന്നുണ്ട്. അതോടൊപ്പം ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ SIT ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമെന്ന വാർത്തയ്ക്ക് പിന്നിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസാണെന്ന അടൂർ പ്രകാശ് എംപിയുടെ ആരോപണത്തിന് മുഖ്യമന്ത്രി വ്യക്തമായി തന്നെ മറുപടി നൽകിയിരിക്കുകയാണ്. അടൂർ പ്രകാശിന്റെ ആരോപണം തീർത്തും വസ്തുതാ വിരുദ്ധമാണെന്നും സർക്കാർ വ്യക്തമാക്കി. വാർത്തയ്ക്ക് പിന്നിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ഉണ്ടാക്കിയ കഥയുമാണെന്ന അടൂർ പ്രകാശിന്റെ പ്രസ്താവനയിൽ യാതൊരുവിധ കഴമ്പുമില്ലെന്നാണ് വാർത്താക്കുറിപ്പിൽ പറയുന്നത്. കേസ് അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചത് ഹൈക്കോടതിയാണ്. ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിന്റെ മേൽനോട്ടത്തിൽ നടക്കുന്ന SIT അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കുന്നതും ഹൈക്കോടതി മുമ്പാകെയാണ്. അതിന്റെ വിവരങ്ങൾ പുറത്തേക്ക് പോകരുതെന്നും കർശനമായ കോടതി നിർദ്ദേശമുണ്ട്. മുഖ്യമന്ത്രിയുടെ ഓഫീസിനോ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കോ ഇതിൽ പങ്കാളിത്തമില്ല. തീർത്തും അടിസ്ഥാനരഹിതമായ വ്യാജ പ്രചാരണമാണ് അടൂർ പ്രകാശിന്റേതെന്നും വാർത്താക്കുറിപ്പിൽ പറയുന്നുണ്ട്. അടൂർ പ്രകാശിന്റെ ആരോപണം നേരത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനും വാർത്താ സമ്മേളനത്തിൽ നിഷേധിച്ചതാണ്. ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ കഴിയാതെ വരുമ്പോൾ ആവശ്യമില്ലാതെ ആക്ഷേപങ്ങൾ ഉന്നയിക്കുകയാണ് അടൂർ പ്രകാശ് എന്ന് മുഖ്യമന്ത്രി പറയുന്നുണ്ട്. ആക്ഷേപം ഉന്നയിക്കുക എന്നത് ഒരു സ്വഭാവമാക്കിയിട്ടുള്ളവരുടെ പ്രതികരണങ്ങളെ കുറിച്ച് മറുപടി പറയുന്നത് കൊണ്ട് മാത്രം അത് അവസാനിക്കുന്നില്ലെന്ന് മുഖ്യമന്ത്രി തുറന്നടിച്ചു.